ഓ പാവനാത്മാവേ, എന്നിൽ വന്നു നിറയണമേ. പുതു സൃഷ്ടിയായി എന്നെ മാറ്റണമേ, പുത്തനുണർവെനിക്കു നൽകണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ, പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. കണ്ണുകളടച്ച് കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ച് നിൽക്കാം. ദൈവമേ, കഴിഞ്ഞ കാലങ്ങളിൽ കണ്ണുനീരോടെ പൊട്ട ആശ്രമത്തിൽ വന്ന് പ്രാർത്ഥിച്ചു ലക്ഷക്കണക്കിന് മനുഷ്യർ അവരുടെ ജീവിതത്തിൽ അങ്ങ് ഇടപെട്ടതിനെ ഞങ്ങൾ നന്ദിയോടെ ഓർമ്മിക്കുന്നു. ദൈവമേ, ഈ ആലയത്തിൽ നിന്ന് സന്തോഷത്തോടെ തുള്ളിച്ചാടിപ്പോയ മക്കൾ നിരവധിയാണ്. നിനക്ക് നന്ദി പറയുന്നു കർത്താവേ. സർവശക്തനായവനെ, ഞങ്ങളുടെ കണ്ണുകൾ കണ്ടതാണ്, ഞങ്ങളുടെ കാതുകൾ കേട്ടതാണ്, ഞങ്ങളുടെ ഹൃദയം അറിഞ്ഞതാണ്. ഞങ്ങൾക്ക് നിഷേധിക്കാനില്ല. ഈ ആലയത്തിൽ അങ്ങ് വർഷിച്ചിട്ടുള്ള വൻ കാര്യങ്ങൾ ഈ നാട് കണ്ടതാണ് കർത്താവേ. ഞങ്ങൾക്ക് നിഷേധിക്കാൻ നിന്റെ ശക്തമായ ഇടപെടൽ, ദൈവവചനത്തിന്റെ ശക്തമായ അഭിഷേകം കഴിഞ്ഞ 4 പതിറ്റാണ്ടുകൾ ഈ ജനത തിരിച്ചറിഞ്ഞത് കർത്താവെ നന്ദി പറയുന്നു. എത്രയോ അത്ഭുതകരമായ രോഗസൗഖ്യങ്ങൾ ദൈവമേ ഞങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റുകയില്ല. എണ്ണിയാൽ തീരാത്ത രീതിയിൽ എത്രയോ പേർക്ക് ലഭിച്ച അത്ഭുതകരമായ രോഗസൗഖ്യങ്ങൾ ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവേ. എത്രയോ പേരുടെ ശക്തമായ മാനസാന്തരങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചതാണ് അങ്ങയുടെ ആലയം കർത്താവേ. ഞങ്ങൾ ഈ സമയത്ത് അത് ഓർമ്മിക്കുന്നു. സങ്കീർത്തകൻ പറയുന്നത് പോലെ പണ്ട് കാലത്ത് കർത്താവ് ചെയ്തു പോയ വൻ കാര്യങ്ങൾ ഞങ്ങളത് നന്ദിയോടെ ഓർമ്മിക്കും. ഞങ്ങളത് നന്ദിയോടെ ഓർമ്മിക്കുന്നു. എത്രയോ കുടുംബങ്ങളെ കർത്താവേ രക്ഷപ്പെട്ടു. എത്രയോ ദാമ്പത്യങ്ങളാണ് ദൈവമേ ഈ ആലയത്തിലൂടെ അങ്ങ് രക്ഷിച്ചെടുത്ത് നന്ദി പറയുന്നു. എത്രയോ പേരെ ലഹരിയുടെ അടിമത്തങ്ങളിൽ നിന്ന്, ദുശീലങ്ങളുടെ കെട്ടുകളിൽ നിന്ന് അങ്ങ് വീണ്ടെടുത്തത് ദൈവമേ നന്ദി പറയുക. തകർന്നു പോകാമായിരുന്ന എത്രയോ കുടുംബങ്ങളെ, ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയ എത്രയോ വ്യക്തികളെ കർത്താവേ അങ്ങ് ഈ ആലയത്തിലേക്ക് ആകർഷിച്ചു കൊണ്ടുവന്നു. ഇവിടെ വന്ന് കണ്ണീരൊഴുക്കി ആരെയും അങ്ങ് വെറും കൈയോടെ പറഞ്ഞു വിട്ടിട്ടില്ലല്ലോ. ഞങ്ങൾ ധ്യാനിക്കുന്നു കർത്താവേ, ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവ് എത്രയോ നല്ലവനെന്ന് രുചിച്ചറിയുവിൻ, അവിടുത്തെ ആശ്രയിക്കുന്നവർ ഭാഗ്യവാന്മാരെന്ന് സങ്കീർത്തക വചനം. കർത്താവേ, ഞങ്ങൾ അറിഞ്ഞതാ നിന്റെ സ്നേഹം, ഞങ്ങൾ അറിഞ്ഞതാ നിന്റെ കാരുണ്യം, ഞങ്ങൾ അറിഞ്ഞതാ നിന്റെ ശക്തി. ഇനി ഞങ്ങൾക്ക് നിഷേധിക്കാനാവില്ലത്. കർത്താവേ, ആ വിശ്വാസത്തിൽ വളരാനുള്ള കൃപ ഞങ്ങൾക്ക് തരണേന്ന് പ്രാർത്ഥിച്ചേ. ഈ സമൂഹത്തിൽ ഇപ്പോഴുള്ള സകലരെയും, നിങ്ങളുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന സകല ചിന്തകളെയും ബലിപീഠത്തോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുകയാണ്. ദിവ്യകാരുണ്യത്തിന്റെ അത്ഭുതകരമായ ശക്തി, പരിശുദ്ധ കുർബാനയുടെ അത്ഭുതകരമായ ഇടപെടൽ ഈ സമൂഹത്തിൽ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക. ഈ ദേവാലയത്തിനകത്ത് നിൽക്കുന്നവര്, ഇപ്പോൾ ഓൺലൈൻ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവര്, നിങ്ങളിലേക്ക് നിങ്ങൾ കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ പരിശുദ്ധ കുർബാനയുടെ സ്നേഹം കരകവിഞ്ഞൊഴുകട്ടെ. ദിവ്യകാരുണ്യത്തിന്റെ ശക്തി നിങ്ങളെ പൊതിയട്ടെ. അവിടുത്തെ ആത്മാവ് ഓരോരുത്തരെയും ധൈര്യപ്പെടുത്തട്ടെ. സങ്കടപ്പെട്ടിരിക്കുന്നവരുണ്ടെങ്കിൽ ദിവ്യകാരുണ്യം നിങ്ങളെ ആശ്വസിപ്പിക്കട്ടെ. ഭയപ്പെട്ടിരിക്കുന്നവരെ ദിവ്യകാരുണ്യം ശക്തിപ്പെടുത്തട്ടെ. രോഗാവസ്ഥയിൽ കഴിയുന്നവരെ ദിവ്യകാരുണ്യം സുഖപ്പെടുത്തട്ടെ. തകർന്ന കുടുംബങ്ങളെ ദിവ്യകാരുണ്യം ബലപ്പെടുത്തട്ടെ. പാപക്കുഴിയിൽ കഴിയുന്ന വ്യക്തികളെയും
സാഹചര്യങ്ങളെയും ദിവ്യകാരുണ്യം വിശുദ്ധീകരിക്കട്ടെ. അന്ധകാര ശക്തികൾക്ക് അടിമപ്പെട്ട് കഴിയുന്നവരെ ദിവ്യകാരുണ്യം വീണ്ടെടുക്കട്ടെ. പ്രാർത്ഥിച്ചേ, വിശ്വസിച്ചേ, നീ പ്രാർത്ഥിക്കുന്ന ഈ സമയം തന്നെ പരിശുദ്ധ കുർബാനയുടെ ശക്തി നിന്നിലും നിന്റെ ചുറ്റുപാടിലും വ്യാപരിക്കട്ടെ. കണ്ണുകളടച്ച് വിശ്വാസത്തോടെ കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി ഞാൻ പ്രാർത്ഥിക്കുന്ന ഈ സമയം പരിശുദ്ധ അൾത്താരയിൽ നിന്ന് പരിശുദ്ധ കുർബാനയുടെ അപരിമേയമായ ശക്തി, അനന്തമായ ശക്തി എന്നിലും എൻ്റെ ചുറ്റുപാടുകളിലും വ്യാപരിക്കുന്നു വിശ്വസിച്ചിട്ട് ഏതൊക്കെ മേഖലയിലേക്ക് പരിശുദ്ധ കുർബാനയുടെ ശക്തി കടന്നു വരുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ ആ മേഖലകളെല്ലാം ദൈവകരങ്ങളിലേക്ക് വിട്ടുകൊടുത്തിട്ട് എൻ്റെ ദിവ്യകാരുണ്യ ഈശോയെ, ഞാൻ സമർപ്പിക്കുന്ന എൻ്റെ ജീവിതത്തിന്റെ ഇന്ന മേഖലയിൽ, ഇന്ന വ്യക്തിയിൽ, ഇന്ന കുടുംബത്തിൽ, ഇന്ന സാഹചര്യത്തിൽ, ഇന്ന ചുറ്റുപാടിൽ ഈ സമയത്ത് തന്നെ റൈറ്റ് നൗ, ഇപ്പോൾ തന്നെ വിശ്വസിച്ച് കരങ്ങൾ ഉയർത്തിക്കേ. ഞാൻ കരങ്ങൾ ഉയർത്തുമ്പോ ദൈവമേ, നിന്റെ മുമ്പിലാ കരങ്ങൾ ഉയർത്തുന്നത്. നിന്റെ ശക്തി ഞാൻ ഇപ്പോൾ ഏത് സാഹചര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഏത് ചുറ്റുപാടിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഏത് വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഏത് പ്രശ്നത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു, ആ മേഖലയിൽ റൈറ്റ് നൗ പരിശുദ്ധ കുർബാനയുടെ ശക്തി പ്രകടമാകട്ടെ. പഴയ കാര്യങ്ങളെ ഓർത്ത് നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കുമ്പോ ഈ കാലയളവിൽ കുർബാനയുടെ ശക്തി ഞാൻ തിരിച്ചറിയട്ടെ. കരങ്ങൾ ഉയർത്തി ചേർന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ, ആരാധന ആരാധന ആരാധന. ദൈവമേ നന്ദി, ദൈവമേ നന്ദി. ഹൃദയം നുറങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. മനമുരുകിയവരെ അവിടുന്ന് രക്ഷിക്കുന്നു. ആകയാൽ ദൈവഭക്തർ ആപത്തിൽ അവിടുത്തോട് പ്രാർത്ഥിക്കട്ടെ. കഷ്ടത കരകവിഞ്ഞൊഴുകിയാലും അതവരെ സമീപിക്കുകയില്ല. കർത്താവേ, നിന്റെ അത്ഭുതകരമായ കരം ഞാൻ തിരിച്ചറിയട്ടെ. എന്നെ വലയം ചെയ്യുന്ന ശത്രുക്കളുടെ മുകളിൽ എന്റെ ശിരസ് ഉയർന്നു നിൽക്കും. ക്ലേശകാലത്ത് അവിടുന്ന് തന്റെ ആലയത്തിൽ എനിക്ക് അഭയം നൽകും. തന്റെ കൂടാരത്തിനുള്ളിൽ എന്നെ ഒളിപ്പിക്കും. എന്നെ ഉയർന്ന പാറമേൽ നിർത്തും. ഞാനിത് വിശ്വസിക്കുന്ന കർത്താവേ, ഞാനിത് വിശ്വസിക്കുന്ന ദൈവമേ. കർത്താവേ, അങ്ങയുടെ മുമ്പിൽ പ്രത്യാശയോടെ പ്രാർത്ഥിക്കുന്ന ഓരോരുത്തരും, അങ്ങയുടെ മുമ്പിൽ വിശ്വാസത്തോടെ കാത്തിരിക്കുന്ന ഓരോരുത്തരുടെ മേലും അങ്ങയുടെ വലിയ കൃപയും ശക്തിയും അനുഭവപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുക. കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ചിട്ട് പ്രാർത്ഥിച്ച ഈ സമയത്ത് ദൈവത്തിന്റെ ശക്തി നമ്മളിൽ പ്രകടമാകട്ടെ. അവിടുത്തെ കൃപ നമ്മിൽ വന്ന് നിറയട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ ദൈവമേ, നിന്റെ കരങ്ങളിലേക്ക് എൻ്റെ ജീവിതത്തെ ഞാൻ സമർപ്പിക്കുന്നു. ഈ ആലയത്തിൽ വീണിട്ടുള്ള അനേകം പേരുടെ കണ്ണുനീര്, അനേകരുടെ പ്രാർത്ഥന, അനേകരുടെ വിശ്വാസം, അനേകരുടെ പ്രത്യാശ, അവയോട് ഞാനും ചേർന്ന് നിൽക്കുകയാണ്. ചരിത്രത്തിൽ ശക്തമായി ഇടപെട്ടിട്ടുള്ള ദൈവമേ, ഈ കാലയളവിലും നീ ഇടപെടുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഹൃദയം നുറുങ്ങിയോർക്കെന്നും ദൈവം രക്ഷയായി ചാരിയുണ്ട്. ആ വരികളൊന്ന് കേട്ടെ. കരഞ്ഞു തളർന്നവർക്കെന്നും ദൈവം ശാന്തിയായി കൂടിയുണ്ട്. പ്രാർത്ഥിക്കാം. ഹൃദയം നുറുങ്ങിയോർക്കെന്നും ദൈവം രക്ഷയായി ചാരിയുണ്ട്. കരഞ്ഞു തളർന്നവർക്കെന്നും ദൈവം ശാന്തിയായി കൂടെയുണ്ട്. ദൈവത്തിന്റെ വചനമാണത്. ഹൃദയം നുറുങ്ങിയോർക്കെന്നും ഹൃദയം നുറുങ്ങിയവർക്ക് ദൈവം രക്ഷയായി ചാരിയുണ്ട്. കർത്താവ് സമീപസ്ഥനാണ്. കരഞ്ഞു തളർന്നവർക്കെന്നും മനമൊരുകിയവരെ ദൈവം ശാന്തിയായി അവിടുന്ന് രക്ഷിക്കുന്നു. ദൈവവചനമാണത്. ഹൃദയത്തിൽ പതിയട്ടെ. ഹൃദയം നുറുങ്ങിയോർക്കെന്നും ദൈവം
ചാരിയുണ്ട്. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന കരഞ്ഞു വ്യത്യസ്തമായ തളർന്നവർക്കെന്നും ജീവിതാനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നവർ, ദൈവം ശാന്തി വേദനകളിലൂടെ കടന്നു പോകുന്നവർ, നൽകിയുണ്ട്. ഈശോയെ കഷ്ടത തന്നപ്പം അങ്ങയുടെ കരങ്ങളിലേക്ക് നൽകിയാലും ക്ലേശത്തിൻ പാനീയം നൽകിയാലും കഷ്ടതയുടെ അപ്പവും കഷ്ടത തന്നപ്പം നൽകി ക്ലേശത്തിന്റെ ജലവും ക്ലേശത്തിൻ പാനീയം നൽകിയാലും പ്രാർത്ഥിക്കാൻ നമുക്ക്. കഷ്ടത തന്നപ്പം നൽകിയാലും ക്ലേശത്തിൻ പാനീയം നൽകിയാലും ഏത് തകർച്ചയിലൂടെ കടന്നു പോകേണ്ടി വന്നാലും കഷ്ടത തന്നപ്പം നൽകിയാലും ക്ലേശത്തിൻ പാനീയം നൽകിയാലും നിന്റെ ഗുരു നിന്നിൽ നിന്ന് മറഞ്ഞു നിൽക്കുകയും എമ്മാലുമെന്നാഥൻ അകലുകില്ല ഓമനയാമെന്നെ മറക്കുകില്ല എന്നാലും ഇന്നാഥൻ അകലുകില്ല. ഓമനയാമെന്നെ മറക്കുകയില്ല. ദൈവം കൈവിട്ടു എന്നത് തോന്നല് മാത്രമാ. എമ്മാലുമെന്നാഥൻ അകലുകില്ല അവൻ അകലുകയില്ല. ഓമനയാമെന്നെ മറക്കുകില്ല അവൻ തന്നെ മറക്കുകയില്ല. എന്നാലും ഇന്നാഥൻ അകലുകില്ല. ഓമനയാമെന്നെ മറക്കുകയില്ല. ഹൃദയം തകർന്നവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. ഹൃദയം നുറുങ്ങിയോർക്കെന്നും ദൈവം രക്ഷയായി ചാരിയും മനമുരുകിയവരെ കർത്താവ് രക്ഷിക്കുന്നെന്ന് വചനം. കരഞ്ഞു തളർന്നവർക്കെന്നും ദൈവം ശാന്തിയായി കൂടിയുണ്ട്. ദൈവമേ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ഹൃദയം നുറുങ്ങിയോർക്കെന്നും ഈശോയെ ദൈവം രക്ഷയായി ചാരിയുണ്ട്. കരഞ്ഞു തളർന്നവർക്കെന്നും ദൈവം ശാന്തിയായി കരങ്ങൾ ഈശോയുടെ നേരെ നീട്ടി. കർത്താവേ ഹൃദയം നുറുങ്ങിയോർക്കെന്നും നീ ഞങ്ങൾക്ക് സമീപസ്ഥനാണ്. ദൈവം രക്ഷയായി ചാരിയും മനമുരുകിയവരെ നീ രക്ഷിക്കുന്നവനാണ്. കരഞ്ഞു തളർന്നവർക്കെന്നും യേശുവേ ദൈവം ശാന്തിയായി യേശുവേ എന്നൊന്ന് വിളിച്ചു പ്രാർത്ഥിച്ചേ. യേശുവേ ദാഹത്തോടെ പ്രാർത്ഥിക്കാം. യേശുവേ 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 ഓ സർവശക്തനായ കർത്താവേ, ഞാൻ അങ്ങേ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. കർത്താവേ വിശ്വസിക്കുന്നവരുടെ മേൽ നിന്റെ കൃപാവരം നിറയട്ടെ. നിന്റെ അത്ഭുതകരമായ ശക്തി എന്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചറിയട്ടെ. കർത്താവേ എന്നോട് കരുണ തോന്നണമേ. ദൈവമേ നീ എന്നോട് കരുണ തോന്നണമേ. എന്റെ കർത്താവേ എന്നോട് കരുണ തോന്നണമേ. എന്റെ മേൽ അലിവുണ്ടാകണമേ. അബ്രാഹത്തിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമായ കർത്താവേ, ഇസ്രായേലിന്റെ പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധ കുർബാനയിൽ വസിക്കുന്ന തമ്പുരാനെ, എന്നോട് കരുണ തോന്നണമേ. എന്റെ മേൽ അലിവുണ്ടാകണമേ. എന്നോട് കരുണ തോന്നണമേ. എന്റെ മേൽ അലിവുണ്ടാകണമേ. എന്റെ കർത്താവേ, എന്റെ ദൈവമേ, ഞാനിത് വിശ്വസിക്കുന്നു, ഞാനിത് ഏറ്റുപറയുന്നു. അനാദി മുതലേ എന്നെ കണ്ട ദൈവമേ, അമ്മയുടെ ഉദരത്തിൽ ഞാൻ ഉരുവാകുന്നതിന് മുമ്പ് എന്നെ അറിഞ്ഞ ദൈവമേ,
എന്റെ ജീവിതത്തിന്റെ നാളുകൾ അങ്ങയുടെ പുസ്തകത്തിൽ അങ്ങ് എഴുതിയിട്ടുണ്ടെന്ന സങ്കീർത്തക വചനം ഞങ്ങൾ ഓർമ്മിക്കുന്നു. കർത്താവേ, എല്ലാം അറിയുന്നവനെ, എല്ലാറ്റിനെയും പരിപാലിക്കുന്നവനെ, നിന്റെ ശക്തമായ കരങ്ങളെ വിശ്വസിക്കാൻ എന്നെ പഠിപ്പിക്കണമേ. നിരാശ എന്നെ വലയം ചെയ്യാതിരിക്കട്ടെ, തകർച്ച എന്നെ ഭരിക്കാതിരിക്കട്ടെ, ഭയം എന്നെ വേട്ടയാടാതിരിക്കട്ടെ, നെഗറ്റീവ് ചിന്തകൾ എന്റെ മേൽ ഭരണം നടത്താതിരിക്കട്ടെ. എന്റെ കർത്താവേ, പ്രത്യാശയുടെ വചനം കൊണ്ട് എന്നെ അഭിഷേകം ചെയ്യണമേ. സ്നേഹത്തിന്റെ നനുത്ത സ്പർശനങ്ങൾ ഞാൻ അനുഭവിച്ചറിയട്ടെ. പാപിയെ ചേർത്ത് പിടിക്കുന്ന ദൈവത്തിന്റെ കാരുണ്യം ഞാൻ അനുഭവിക്കട്ടെ. ദൈവമേ, എന്റെ കർത്താവേ, എന്റെ ദൈവമേ, ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ വേണ്ടി കോട്ടാശ്രമത്തിലേക്ക് വന്നിരിക്കുന്ന ഓരോ വ്യക്തിയെയും ദൈവം തൊടട്ടെ. ഓരോ വ്യക്തിയെയും ദൈവം തൊടട്ടെ. പരിശുദ്ധ ബലിപീഠത്തിൽ നിന്ന് നിനക്ക് ആവശ്യമുള്ളത് അവിടുന്ന് ഈ സമയം പ്രദാനം ചെയ്യട്ടെ. നിന്നെ അറിയുന്ന ദൈവം, നിന്റെ കുടുംബത്തെ അറിയുന്ന ദൈവം ഈ സമയത്ത് നിനക്ക് ആവശ്യമുള്ളത് പ്രദാനം ചെയ്യട്ടെ. നിന്റെ കുടുംബത്തിന് ആവശ്യമുള്ളത് അവിടുത്തെ പ്രദാനം ചെയ്യട്ടെ. അവിടുത്തെ ശക്തമായ ഇടപെടൽ തിരിച്ചറിയാൻ ദൈവം നിന്നെ സഹായിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവമേ നന്ദി, ദൈവമേ സ്തുതി, ദൈവമേ ആരാധന. ഹല്ലേലൂയ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശ ദിവ്യ കടാക്ഷം തൂഗണമേ വത്സലസുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. യേശുവേ ആരാധന, ആശീർവദിക്കണമേ, അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. പരിശുദ്ധനെ ആരാധന, 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 ആരാധന. പരിശുദ്ധ പരമമ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന.